നമുക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ. ഓരോ കുഞ്ഞിനെ പഠിപ്പിച്ചെടുക്കുമ്പോഴും ഓരോ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കും, ചൊല്ലിക്കൊടുക്കണം, തല്ലിക്കൊടുക്കണം. അത് കഴിഞ്ഞാൽ തള്ളിക്കളയേണ്ടത്. തള്ളിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. കാരണം അത് ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. മാതാപിതാക്കൾ ചെയ്യേണ്ടത് ഒരിക്കലും, ആ ഉമ്മ ചെയ്യുന്ന ഒരിക്കലും തള്ളിക്കളയാറില്ല മകനെ. എത്ര തെറ്റ് ചെയ്തിരുന്നാലും ആ മകന് ക്ഷമ ചെയ്തുകൊണ്ട് കൊടുക്കുന്നതാണ് മാതാപിതാക്കൾ. പക്ഷേ ആ തെറ്റിലേക്ക് വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന തോന്നൽ ഉണ്ടാവണം. ഇനി കുഞ്ഞുങ്ങൾക്ക് ആദ്യം അറിയില്ല, അവർക്ക് നിരന്തരം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം എന്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ടാണ് ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായതും ഈ രീതിയിൽ എനിക്ക് നിൽക്കാനും കഴിയുന്നത്. ഉമ്മമാർ തന്നാണ് കാരണം എന്നും പറഞ്ഞ് ഉപ്പയ്ക്ക് സ്ഥാനമില്ലെന്ന് കരുതരുത്. ഒരു നാണയത്തിന് 2 വശങ്ങളാണ് ഉമ്മായും ഉപ്പായും. ആ അച്ഛനും അമ്മയും തന്നെ ചേർന്നുകൊണ്ട് ചെയ്താൽ മാത്രമേ അത് ഏറ്റവും കൂടുതൽ ഒരു വിജയമായി മാറത്തുള്ളൂ. ഓരോ മനുഷ്യനായി ജീവിക്കാൻ കൊണ്ടുവരുന്ന ഓരോ മനുഷ്യന്റെയും വിജയത്തിന് പിന്നിൽ ആ 7 വയസ്സ് വരെ കൊടുക്കുന്ന ഉപദേശങ്ങളാണ്, അവനെ കാട്ടിക്കൊടുക്കുന്ന രീതിയാണ്. ആ രീതിയിലാണ് അവൻ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ കഴിയുന്നത്, അവനോ അവൾക്കോ. അത് മാറ്റമുണ്ടാക്കി കൊണ്ടുവരാനുള്ള സാധ്യത ഇവർക്കുണ്ട് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളാണ്, മാതാപിതാക്കളാണ് മാറുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മക്കൾ പോയിട്ട് വരുമ്പോൾ അവർക്ക് വേണ്ട, അവർ സ്കൂളിൽ എന്ത് കണ്ടു, എന്ത് കേട്ടു, ഏതൊക്കെയാണ് സുഹൃത്തുക്കൾ, അവരെന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് പറയാനുള്ള ജിജ്ഞാസയോടാണ് ഈ മക്കൾ ഓടി വരുന്നത്. അവരോട് അന്നേരം അത് പറഞ്ഞു കൊടുക്കുക. അന്നേരം നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തൊഴിലാണെങ്കിൽ കൂടും, അവൻ പറയല്ലേ, അവൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ കേട്ടിട്ട് മറുപടി കൊടുക്കൂ, ഉപദേശം കൊടുക്കൂ. ഇല്ലെങ്കിൽ അവനത് പറയാൻ വേറൊരാൾക്ക് പോകും. അപ്പം അവന്റെ കൺട്രോൾ നിങ്ങളിൽ നിന്ന് പോകും. അത് വരാതെ നോക്കുക. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാഴ്ചയിലൂടെയാണ് ഏറ്റവും കൂടുതൽ അറിവ് കിട്ടുന്നത്. ആ കാഴ്ചയെ ഏതൊക്കെ കാണണം, ഏതൊക്കെ കാണാൻ തീരുമാനിക്കേണ്ട ചുമതലയും നമുക്കുണ്ട്. കാരണം നമ്മൾ വൈകുന്നേരം ഈ എല്ലാ ചാനലുകളും TV-യിലിടും, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അവന് കൊടുത്ത്, കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ മൊബൈൽ ഫോണാണ് കൊടുക്കുന്നത് കയ്യിൽ കളിക്കാൻ. ഇപ്പൊ വിളിക്കുമ്പോഴും, അല്ലെങ്കിൽ അച്ഛൻ വിളിക്കുമ്പോഴും ഉടനെ എന്ത് ചെയ്യും, മൊബൈൽ ഫോൺ എടുത്ത് കൊടുക്കും. നീ വിളിക്കുന്നതാ, ഉടനെ അതെന്താ പറയുന്നത്, വീഡിയോ കോൾ ആയിരിക്കും. അപ്പൊ കാഴ്ച അതിന് അഡിക്റ്റ് ആവും, ആസക്തി ഉണ്ടാവും. കാഴ്ചയുടെ ആസക്തി ഈ മൊബൈൽ ഫോണിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കൃത്യനിഷ്ഠയാവണം. നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്ന സമയം, ഞാൻ പോലും ചിലപ്പോൾ അടിമയായി പോകാറുണ്ട്. അപ്പൊ നമ്മളൊരു സമയം നിശ്ചയിക്കണം, എത്ര നേരം നോക്കണോ, അല്ലെങ്കിൽ നമ്മൾ ഇതിന് അഡിക്റ്റ് ആയി പോകും. അവിടെ ഇരിക്കുമ്പോഴും വേദിയിൽ ഇരിക്കുമ്പോഴും നമ്മൾ അറിയാതെ നോക്കിയെടുത്തെടുത്ത് നോക്കിക്കൊണ്ട്, ഞാൻ ഇടയ്ക്ക് 2 പ്രാവശ്യം മാത്രമേ നോക്കിയുള്ളൂ. കാരണം എമർജൻസി വരുന്ന കാളുകളോ മറ്റുള്ളതോ ഉണ്ടോ എന്ന് നോക്കിയേ പറ്റൂ. അത് 1 മണിക്കൂർ ഇടവിട്ട് നോക്കിക്കൊണ്ടിരിക്കണം എനിക്ക്. അല്ലാതെ ഓരോ സെക്കൻഡിൽ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴും നോക്കും. അപ്പൊ നമ്മൾ നോക്കേണ്ട സമയം തീരുമാനിക്കണം. അപ്പൊ കൃത്യനിഷ്ഠ ഉണ്ടാവുക, ആരോഗ്യ പരിപാലനം ഏറ്റവും കൂടുതലാവുക. അത് നേരത്തെ 2 പേരും പറഞ്ഞു, ഭക്ഷണക്രമം നമ്മൾ കൃത്യമാക്കിയേ പറ്റൂ. ഇഷ്ടം പോലെ കിട്ടും. നമ്മൾ ബിരിയാണി കഴിക്കും, 2 ബിരിയാണി കഴിക്കും, 3 ബിരിയാണി കഴിക്കുമോ? അലുവാണെങ്കിൽ 1 പീസ് കഴിക്കും, 2 പീസ് കഴിക്കും, 3 പീസ് കഴിക്കുമോ? പക്ഷെ ഈ ലഹരി ഉപയോഗിക്കുമ്പം ഈ ലഹരി എത്ര കഴിച്ചാലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെ ബോധ മനസ്സ് അല്ല ലഹരി ചെല്ലുമ്പോൾ നമ്മളെ ബോധ മനസ്സിനെ ഇല്ലാതാക്കളയും. പിന്നെ അബോധ മനസ്സാണ്. ഈ അബോധ മനസ്സ് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ബിരിയാണി നമ്മൾ ഒന്ന് കഴിച്ച് വയറിനറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മതി എന്ന് പറയും, മതി, അല്ലെങ്കിൽ ചെടുക്കും നമ്മൾ, അല്ലേ? പക്ഷേ ഈ ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ എത്ര കിട്ടിയാലും അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. കാരണം ബോധ മനസ്സില്ലാതാവുകയാണ്, നിറയുന്ന അറിയത്തില്ല, ഒന്നും നമുക്ക് പിന്നെ അറിയാൻ കഴിയത്തില്ല. പക്ഷെ ആദ്യമേ ഒരു ഇൻസ്പിറേഷൻ, ഒരു സുഖം തോന്നും, ഇത് വെറുതെയാണ്, ഇത് നമ്മൾ നശിപ്പിക്കുന്ന സാധനമാണ്. ഈയാമ്പാറ്റ വെളിച്ചം കാണുമ്പം പറന്നു ചെല്ലുന്ന കണക്ക് മാത്രമാണ്. അതിലേക്ക് പോവാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇല്ലാതാവും. ഇത് തീർച്ചയായും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പറയുന്നതിന് നിങ്ങൾ പ്രാപ്തരാവുകയും വേണം, അവരെ ബോധ്യപ്പെടുത്തുകയും വേണം. അവര് വിട്ടുപോയാൽ നിങ്ങൾ കൊണ്ടുവരികയും വേണം. ബോധ്യപ്പെട്ടല്ലോ? കാഴ്ചയുടെ കാര്യം. ഇനി കേൾവിയുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. 11% കേൾവി, 11%. 11% കേൾവിയാണ് അറിവ് നമുക്ക് ലഭിക്കുന്നത്. ബാക്കിയുള്ള ഇത്രയുമാണ് സ്പർശനവും ടേസ്റ്റും സ്മെല്ലും ഇതിലൂടെ കിട്ടുന്നത്. നമുക്കറിയാമല്ലോ, അടുത്ത വീട്ടിൽ നമ്മളെ വീട്ടിൽ ഭക്ഷണം വെക്കുമ്പം അതിന്റെ മണം കിട്ടുന്ന വീട്ടിൽ വരെ നമ്മൾ കൊടുക്കണമെന്നാ പറയുന്നത്, അല്ലേ? നമ്മുടെ മതം പഠിപ്പിച്ച അങ്ങനല്ലേ? ഒരു മണം, അപ്പുറത്തെ വീട്ടിൽ ഇറച്ചി വേവിക്കുന്ന മണം അപ്പുറത്തെ വീട്ടിലുണ്ടെങ്കിൽ അവനോട് കൊടുക്കണം, കൊടുത്തിട്ട് നിങ്ങൾ കഴിക്കാവൂ. അത്രയുമാണ് സ്മെല്ലിൽ പറയുന്നത്. അതുപോലെ തന്നെയാണ് ടച്ച്.
സ്പർശനം നമ്മൾ പറയുന്നത് ഹഗ് ചെയ്യാൻ പറയുന്നുണ്ട്, നമ്മൾ ഹഗ് ചെയ്യാൻ പറയുന്നുണ്ട്. ഹഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സുഖം എന്താ? ആ ഉപ്പയും മകനും തമ്മിൽ ഒന്ന് ഹഗ് ചെയ്താൽ ഉണ്ടാകുന്ന സ്നേഹബന്ധം എന്താ? നമ്മൾ പരസ്പരം ഹഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്താ? അത് കൃത്യമായുണ്ട്. അപ്പൊ ആ സ്പർശനം വരുന്നതും ഒക്കെ 1%, 2% വരുന്നത്. എല്ലാം കൂടി 6%. 83 + 11 + 6% സ്മെല്ല്, ടച്ച് ആൻഡ്. പക്ഷേ അത് ഏറ്റവും വലിയ കാര്യവുമാണ്. അതില്ലാതെ പറ്റത്തില്ല ജീവിതത്തിൽ. മക്കളെ, പെൺകുട്ടികളെ നല്ലതുപോലെ സ്നേഹിച്ച് അവരോട് നല്ലപോലെ പരിലാളിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ അവർ സ്നേഹം കിട്ടാൻ വേണ്ടി പോകും. അപ്പൊ നല്ല കഴിവ് കൊടുക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ സംഭാഷണം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. സംഭാഷണം, ആശയവിനിമയം. ആശയവിനിമയം 2 രീതിയിലാണ്. ഏതൊക്കെയാ അറിയാവോ? ഒന്ന് ശകാരഭാവം, ശകാരം വഴക്ക് പറയുന്നു. ഒന്ന് ശകാരഭാവം, ഒന്ന് സാന്ത്വനഭാവം. സാന്ത്വനം നമ്മൾ പറയുമ്പോൾ എപ്പോഴും അവന് സ്നേഹത്തോടെ അല്ലെങ്കിൽ അവന് ഗുണകരമായ രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ പറയുന്ന രീതി നേരിട്ടും കൊടുക്കാതെ അതൊരു വളഞ്ഞ വഴി കൂടെ കൊടുക്കണം. എടാ മോനെ, നിനക്ക് ഞാൻ വണ്ടി എടുത്തു തരാം, നിനക്ക് ഞാൻ പുസ്തകം മേടിച്ചു തരാം, നിനക്ക് ഞാൻ സൈക്കിൾ എടുത്തു തരാം, നീ 10ാം ക്ലാസ്സിൽ ഏറ്റവും നല്ലപോലെ പാസ്സാവുക കഴിഞ്ഞാൽ നിനക്ക് സൈക്കിൾ എടുത്തു തരാം എന്ന് പറഞ്ഞാൽ ഇപ്പം വരാൻ പറ്റും. എന്തുവാ? അപ്പൊ അവൻ അതിലൊരു പ്രേരണ, ഒരു ഉത്സാഹം ഉണ്ടാവും. ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ. അപ്പോൾ ആ സംഭാഷണം, നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കുന്നതിൽ, അതാ ഞാൻ രണ്ടാമത് പറയുന്നത്, നമുക്ക് ചിന്തകൾക്ക് മേൽ പ്രാബല്യമുള്ളവരാണ്, വാക്കുകൾക്ക് മേൽ ശ്രദ്ധയുള്ളവരാണ്. ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധയുള്ളവരാണ്. അത് മകനോട് പറയേണ്ടത് മകനോട് പറയണം, മകളോട് പറയേണ്ട സംഭാഷണം മകളോട് പറയണം, ഭാര്യയോട് സംസാരിക്കേണ്ട രീതി ഭാര്യയോട് സംസാരിക്കണം, ഉപ്പയോട് സംസാരിക്കേണ്ട രീതി ഉപ്പയോട് സംസാരിക്കണം. അല്ലേ? ലഹരി പദാർത്ഥങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ വരുന്നു. രണ്ടാമത്തെ ഏതാ? ഈ മദ്യം വരുന്ന സാധനങ്ങൾ. ഈതയിൽ ആൽക്കഹോൾ, C2H5OH എന്ന് പറയും. അത് ഉൾക്കൊള്ളുന്ന ഒരു പദാർത്ഥങ്ങളുണ്ട്. പിന്നീട് വരുന്ന എന്താ? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് NDPS സബ്സ്റ്റൻസ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സൈക്കോളജി നശിപ്പിച്ചു കളയുന്നത്. നമ്മുടെ ഫിസിയോളജി ഞാൻ പറഞ്ഞു വരുത്തി, നമ്മുടെ ശാരീരിക ആരോഗ്യം, നമ്മളെ മാനസികാരോഗ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു ഡ്രഗാണ് ഈ NDPS ആക്ട് വരുന്നത്. ഇത് 3 തരം ഡ്രഗുകളുണ്ട്. ആദ്യം ചെറുതിലാണ് തുടങ്ങുന്നത്, പിന്നെ വലുതിലേക്ക് എത്തിച്ചു. അത് വരാതെ അപ്പൊ ചെറുതിൽ തന്നെ ഇല്ലാതാക്കുക, അതൊരിക്കലും ഉപയോഗിക്കില്ലാതെ തീരുമാനിക്കുക. രണ്ടിതുണ്ടാക്കുന്ന ദോഷങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മുടെ ശാരീരികാരോഗ്യം, മാനസികാരോഗ്യം, പിന്നെന്താ നമ്മുടെ സോഷ്യോളജി, നമ്മുടെ സാമൂഹിക ആരോഗ്യം. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടവനാവും, നമുക്ക് എങ്ങോട്ടും ഇടവില്ലാതാവും, നമുക്ക് ഒരാളെയും കാണാൻ പറ്റാതാവും, നമ്മളെ മാറ്റി നിർത്തും. അവന്റെ ഉപ്പ, അവന്റെ അച്ഛൻ മദ്യപാനിയാണ്, അവന്റെ അച്ഛൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, മക്കളെ ആരെല്ലാം ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്. അപ്പൊ നമ്മളെ സോഷ്യോളജി, ഇത് 3 നഷ്ടപ്പെടുന്നത്. ഇനി ഇതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ ഞാൻ പറഞ്ഞു, ഇതെന്താണെന്ന് പറഞ്ഞു. ഇതിലേക്ക് വരും. ഇനി ഇതിൽ പെട്ടുപോകുന്നത് എങ്ങനെയാണ്? പെട്ടുപോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. TV ചാനലുകളും മറ്റുള്ള കാര്യങ്ങളും ആൾക്കാർ പറയുന്നതും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതും ഒരു ജിജ്ഞാസയ്ക്ക് വേണ്ടിയോ ഒക്കെ തുടങ്ങുന്നതാണ് ആദ്യമേ. പക്ഷെ അറിയാതെ പെടുത്തുന്നുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യും, നിങ്ങൾ അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നത് കർണാടകത്തിലാണ് ജീവിക്കുന്നത് അല്ലേ? പഠിക്കുന്ന, വായിക്കുന്ന, സംസാരിക്കുന്നു. മലയാളിയായിരുന്നോ? അല്ല, അവിടെ വന്നിട്ടാണ് മലയാളം പഠിച്ചത്. ഗുഡ്. എനിവേ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ആരെങ്കിലും കൊണ്ട് ഏതെങ്കിലും ഒരു ബാഗ് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സൂക്ഷിക്കാൻ പറയുകയോ ചെയ്താൽ ചെയ്യാതിരിക്കുക. മറ്റൊരാളുടെ വണ്ടിയിൽ കയറി പോകുമ്പോൾ അയാൾ എന്താണ് കൊണ്ടുപോകുന്നത് നമുക്ക് അറിയത്തില്ല. വിദേശത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല മെഡിസിനോ അല്ലെങ്കിൽ നമുക്ക് ഫുഡോ തരികയാണെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിട്ടേ കൊണ്ടുപോകാം. യാത്രകളിൽ വരുമ്പോൾ നമ്മളിങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ സമ്പത്ത് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങൾ ഇതൊന്നും കൊണ്ടുകൊടുത്ത് അവിടെ കൊടുത്താൽ മതി, നിനക്ക് ഇത്ര ലക്ഷം രൂപ തരാമെന്ന് പറയും. അല്ലെങ്കിൽ നീ വാഹനം ഒന്ന് ഉപയോഗിച്ച് അവിടെ വരെ കൊണ്ടുപോയാൽ മതി. നിങ്ങൾ പെട്ടുപോയാൽ നിങ്ങൾ അതിന്റെ അടിമകളായി മാറും. മനസ്സിലായോ? നമ്മളെ അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് പലരും. നിങ്ങൾ നല്ല കുടുംബത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ, മക്കളാണെന്നുണ്ടെങ്കിൽ ആ മക്കളെ എന്ത് ചെയ്യും? അവനെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് വലയപ്പെട്ടാൽ, ഇപ്പൊ എന്റെ മകനെ, ഞാനൊരു ഉദ്യോഗസ്ഥനല്ലേ, ഇപ്പൊ എന്റെ മകൻ ഇതിനകത്ത് ഉണ്ടെങ്കിൽ മറ്റൊരു പിടിക്കുമ്പോൾ രക്ഷപ്പെടുമല്ലോ, അല്ലെ പറയാമല്ലോ, ഞാൻ ഇന്നാളുടെ മകനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാമല്ലോ എന്ന് പറഞ്ഞ് എന്റെ മകനെ ഈ വലയിലേക്ക് കൊണ്ടുവരാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊന്നും ഇത്തരം കൂട്ടുകെട്ടുകൾ, ഇപ്പൊ നമ്മളെ കൂട്ടുകാർ എന്താണെന്ന് നമ്മൾ അറിയുക. അവർക്ക് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പറയാനൊക്കത്തില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, യാത്ര ചെയ്യുമ്പോൾ, വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലാതെ യാത്ര ചെയ്യുമ്പോൾ, ഇവിടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടൊരു ബൈക്ക് പോകുന്നത്. ഒന്ന് കൈ കാണിച്ചു നോക്കി, ഒരു ലിഫ്റ്റ് മേടിച്ചു പോയി. പക്ഷെ അയാളുടെ കയ്യിൽ, അയാളുടെ വണ്ടിയിൽ ലഹരി ഉണ്ടായിരുന്നു. പിടിക്കുമ്പോൾ നിങ്ങൾ 2 പേരാണെങ്കിൽ 2 പേരും കേസിൽ പെടും. മനസ്സിലായോ? ഇതിലെ ശിക്ഷകൾ. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞ, ഇതിന് സാമ്പത്തിക സഹായം ചെയ്താൽ
നിങ്ങൾ ഇപ്പൊ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. ഇത് അറിയാത്ത ഒത്തിരി മക്കളുണ്ടാവേണ്ടി പറയുകയാണ്. ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. നിങ്ങൾ പണം അറിയാതെ അയാൾ കൊടുത്തു. അയാൾ പക്ഷേ ലഹരി കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ അയാളെ ഞങ്ങൾ പിടിക്കുമ്പോൾ അയാൾക്ക് പൈസ കൊടുത്ത ആൾക്കാരെല്ലാം പിടിക്കും. മനസ്സിലായോ? പിടികിട്ടിയ മക്കളെ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ടതുമാണ്. മക്കളെ ഒരിക്കലും സാമ്പത്തികം കൊടുക്കുമ്പോൾ, സാമ്പത്തികം നിങ്ങൾ സഹായം കൊടുക്കുമ്പോൾ അയാൾ മറ്റെന്തെങ്കിലും ആവശ്യം പറഞ്ഞായിരിക്കും മേടിക്കുന്നത്. എന്നിട്ട് നമ്മളെ പെടുത്തുകയും ചെയ്യും, നമ്മളും പെട്ടുപോകും. ഇനി വാഹനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങളെ വാഹനങ്ങൾ ആർക്കെങ്കിലും ഓടിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏറ്റവും അറിയുന്നവരൊക്കെ മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ അവർ ഇതിനകത്തായിരിക്കും ചിലപ്പം കടത്തുന്നത്. കടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന് ഉടമയും പ്രതിയാവും. നമ്മളെ വീട്ടിൽ സൂക്ഷിക്കാൻ വെക്കുന്ന സാധനങ്ങൾ നമ്മളറിയാതെ എന്ത് സാധനം വെച്ചാലും നമ്മൾ അറിയണം. മനസ്സിലായില്ലേ? അവിടെ നമ്മൾ പിടിക്കപ്പെടും. ഇതിന് ശിക്ഷകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്കാൾ വലിയ ശിക്ഷയാണ്. ചെറിയ വലിയ NDPS സബ്സ്റ്റൻസുകളാണെന്നുണ്ടെങ്കിൽ 10 കൊല്ലം തടവും പിഴയുമാണ്. അത് 20 കൊല്ലം തടവ് വരെ ആകാം. രണ്ടാമത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഡെത്ത് പെനാൽറ്റി വരെ കിട്ടും. അതായത് മരണശിക്ഷ ഇതുവരെ ഉണ്ടാകും. അവരുടെ സ്വത്ത് മൊത്തം കണ്ടുകെട്ടാം. മനസ്സിലായോ? ഇത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗിക്കുന്നവരുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ നിങ്ങൾ ഇത് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചപ്പെടുത്തണം. ഇനി ഞാൻ ഒരിക്കലും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതൊരിക്കലും കൈമാറുന്നതിനോ അവരോടൊപ്പം നിൽക്കുന്നതിനോ തയ്യാറാവില്ലെന്ന് പറയും. എന്നാൽ നമ്മൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വേണം. നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ ഈ ജമാഅത്തിന്റെ പരിസരത്തോ ഇവിടെയോ ഈ പഠിക്കുന്നതിലോ ഒരാൾ പോലും ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന തീരുമാനമെടുക്കണം. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉസ്താദിനോട് പറഞ്ഞിട്ട് മാറുകയും വേണം. അയാളെ മാറ്റിയെടുക്കണം, അയാളെ കൗൺസിൽ ചെയ്യണം, അയാളെ മെന്റിങ് ചെയ്യണം, അയാളെ കോച്ച് ചെയ്യണം. അല്ല നിന്റെ ജീവിതമാർഗം, നിന്റെ ജീവിത ലക്ഷ്യം ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്ത് അവനാകാൻ പറ്റും. അങ്ങനെ മാറി നിൽക്കുന്നവർക്ക് ജീവിത വിജയം ഉണ്ടാക്കാൻ കഴിയൂ. മനസ്സിലായല്ലോ? അതിന് ഓർക്കേണ്ട കാര്യം നമ്മളെ നോളജ് എന്തിനു വേണ്ടിയുള്ളതാ? അറിവ്. അറിവ് എന്താക്കണം? ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുന്നില്ലേ, ട്രെയിനിങ് എടുക്കുന്നില്ലേ? നിങ്ങൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിനിങ് എടുക്കണം. മതപ്രഭാഷണത്തിന് പോയി വളരെ മനോഹരമായിട്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഉസ്താദുമാരില്ലേ നമുക്ക്? അപ്പൊ അത്തരത്തിൽ നിങ്ങൾ നോളജിനെ എന്താക്കണം? സ്കിൽഡാക്കണം. സ്കിൽഡ് വർക്കറാണ്, കഴിവുള്ളവരാവണം. അറിവിൽ നിന്നും കഴിവിലേക്ക് കയറണം. കഴിവിലേക്ക് എന്ത് വേണം? നമ്മുടെ അഭിരുചിയോട് ചേർക്കണം. നിങ്ങൾക്ക് വരയ്ക്കാനാണോ അറിയാവുന്നത്? വരയ്ക്കൂ. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമോ? ഉണ്ടാക്കൂ. ഇപ്പൊ ഉപ്പമാരും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ബിസിനസ്സാക്കി മാറ്റാം, അതിനെ കഴിവാക്കി മാറ്റുക. അറിവല്ലേ? ഭക്ഷണം ബിരിയാണി ഉണ്ടാക്കാനുള്ള അറിവുണ്ടെങ്കിൽ ആ ബിരിയാണി ഉണ്ടാക്കി നിങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തൂടെ? നിങ്ങളെ വരുമാന മാർഗം ആവത്തില്ല. അപ്പൊ നിങ്ങളുടെ അറിവിനെ അത് യൂട്യൂബിലേക്ക് വേണം ഇടാം. നിങ്ങൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ യൂട്യൂബിൽ ആവുന്നില്ലേ? നിങ്ങൾ അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പൈസ കിട്ടത്തില്ല. 10 പേര് അറിയത്തില്ല. അറിവിനെ നമ്മൾ സക്കാത്ത് പോലെ കൊടുത്തുകൂടെ? നമ്മൾ അറിവിനെ കൊടുക്കണ്ടേ മറ്റൊരാൾക്ക്? അപ്പൊ അതിനെന്തോ ഓർത്തിരിക്കുക. ആസ്ക് എന്ന്, ASK, നോളജ് അല്ലേ? നോളജ്. നോളജിനെ എന്താക്കണം? സ്കില്ലാക്കണം, കഴിവാക്കണം. ആ കഴിവിൽ എന്ത് ചേർക്കണം? ആറ്റിറ്റ്യൂഡ്, അഭിരുചിയോട് ചേർക്കണം. ചേർക്കുമ്പോഴെന്തായി മാറും? നിങ്ങളൊരു വലിയ മനുഷ്യനായി മാറും, വ്യക്തിയായി മാറും. ഞാനതല്ലേ ചെയ്തത്. എന്റെ അറിവിനെ ഞാൻ എന്താക്കി മാറ്റി? ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ടാക്കിയെടുക്കും. എങ്ങനെ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കണം, മൈക്ക് എങ്ങനെ പിടിക്കണം, ഹൗ ടു ഹാൻഡിൽ ദ മൈക്ക്, ഹൗ ടു ഗ്രാബ് ദ അറ്റൻഷൻ ഓഫ് ദ പാർട്ടിസിപ്പന്റ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ എങ്ങനെ എന്റെ നേടിയെടുക്കും? ഇത് ഞാൻ കഴിവാക്കി മാറ്റി. അറിവുണ്ടായിരുന്നു, അതിനെ കഴിവാക്കി മാറ്റി. എന്റെ ഇഷ്ടവും കൂടി, എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു, അതുകൂടെ ചേർത്തു. സോ ഞാനിവിടെ പെർഫോം ചെയ്യുന്നു. അല്ലേ? മനസ്സിലായല്ലോ? അത് എവിടെ നിന്ന് നടന്നു പോവാ? എനിക്ക് തിരിച്ചു നടന്നു വരുന്നത് എങ്ങനെ? ഇങ്ങനെ വരാവൂ, പുറകോട്ട് ഇങ്ങനെ വരാവൂ. അല്ലാതെ പിറന്തിരിഞ്ഞ് വന്നാൽ നിങ്ങൾ എന്റെ ബാക്കല്ലേ കാണുന്നത്. ശരിയാവോ? വേദിയിലിരിക്കുമ്പോൾ കൈ കെട്ടിക്കൊണ്ടിരിക്കാൻ പാടുണ്ടോ? പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് ഷിഫ്റ്റ് ചെയ്തേ, ഒന്ന് ചെയ്തേ. വേഗത്തിൽ ചെയ്യണം. നിങ്ങൾ ഏകാഗ്രതയുള്ളവരാണ്. ഏകാഗ്രത കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വലത് കൈ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുന്നത്. വലത് കൈ കൊണ്ട് എന്തെങ്കിലും പ്രവൃത്തി എഴുതുന്നു, അപ്പൊ ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നു. നിങ്ങൾ ഇടത് കൈ കൊണ്ടൊരു പ്രവൃത്തി ചെയ്യുന്നു, അപ്പൊ നിങ്ങൾ വലത് ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുന്നത്. ഈ രണ്ട് ബ്രെയിനും കോൺഗ്രുവന്റ് ആവുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി. ഇത് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും.
നിങ്ങൾ കൂടുതൽ അറിവ് നേടും. സ്വാമി ഇവിടെ സംസാരിച്ച കണ്ടില്ലേ? ഏതെല്ലാം അറിവുകളാണ്, ഏതെല്ലാം ഭാഷകൾ, അറബി, സംസ്കൃതം, ഹിന്ദി, തമിഴ്, എനിത്തിങ് യു ക്യാൻ ഡു. ഞാനൊരു മലയാളം മീഡിയം വിദ്യാർത്ഥിയായിരുന്നു കേട്ടോ, സാധാരണ സ്കൂളിൽ. But I can speak English better because I learn every day. When I am getting time, I started hearing voices and TED Talks. You know TED Talks? TED Talks somebody കേട്ടിട്ടുണ്ടോ? TED Talks. Technology, Education and Design. നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഈ ടെക്നോളജി എന്ന് പറയുന്നതിനെ നമ്മൾ എഡ്യൂക്കേഷനോട് ചേർത്തുകൊണ്ട് അതിനെ ഡിസൈൻ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയമുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾ കൊടുക്കണം, ഇങ്ങനെ അറിവ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? മക്കളെ ചെന്നടാ, യു പ്ലീസ് കം. അങ്ങോട്ട് തിരിഞ്ഞില്ലേ? ആ, കൈ കറക്കെ, ഇങ്ങനെ. ആ, മറ്റേ കൈയും കറക്ക്, രണ്ട് കൈയും കറക്ക്, രണ്ട് കൈ മുമ്പോട്ട്, രണ്ട് കൈ ഒരുമിച്ച് കറക്ക്. ആ, രണ്ട് കൈ ബാക്കിലോട്ടും കറക്ക്. ബാക്കിൽ ഫ്രീ ആയിട്ട് കറക്കാം, നല്ലല്ലോ, നല്ലല്ലോ, സ്വിങ് ചെയ്ത് പോട്ടെ. ഓക്കെ, ഇനി ഒരു കൈ മുമ്പോട്ട് കറക്കെ, വലത് കൈ മുമ്പോട്ട് കറക്ക്, ഇടത് കൈ പറകോട്ടും കറക്ക്. വലത് കൈ ഒരുമിച്ച് സൈമൾട്ടേനിയസ് ഒരുമിച്ച്. വലത് കൈ മുമ്പോട്ട് കറക്കണം, ഇടത് കൈ പറകോട്ടും കറക്കണം. ആ, ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്. കണ്ണടയ്ക്കാൻ നോക്ക്, നേരെ നോക്കില്ല. റിലാക്സ്, ടേക്ക് ബ്രീത്ത് ഇൻ. കണ്ണടയ്ക്കൂ. കണ്ണടച്ചിട്ട് ടേക്ക് യുവർ ഐബോൾസ് അപ്പ്. കണ്ണടച്ചിട്ട് കണ്ണിന്റെ കൃഷ്ണമണി മുകളിലേക്ക് ഉയർത്തി ഏകാഗ്രതയിലേക്ക് വാ. ഏകാഗ്രതയിലെത്തും. കണ്ണടയ്ക്കടോ. കണ്ണടച്ചിട്ട് ഏകാഗ്രതയിലേക്ക് വാ. റിലാക്സ്, റിലാക്സ്. ബ്രീത്ത് എടു, നല്ലൊരു ബ്രീത്ത് എടു. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓക്കെ, അങ്ങനെ വലത് കൈ കറക്ക്, ഇടത് കൈ ബാക്കിലോട്ടും പതുക്കെ കറക്ക്, കറക്ക്, കറക്ക്. സോ ഏത് പ്രവൃത്തിയും ഇതേപോലാണ്. നമ്മൾ ഏകാഗ്രത ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ചെയ്തുണ്ടോ? അപ്പൊ അതിനെ പ്രാക്ടീസ് ചെയ്യണം, സ്കിൽഡ് ആവണമെന്നുണ്ടെങ്കിൽ. വെൻ യു ഹാവ് നോളജ്, നോളജ് മാത്രം പോരാ, അറിവ് മാത്രം പോരാ. അറിവിനെ നിങ്ങൾ കഴിവാക്കണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് കഴിവാക്കാൻ അതിനകത്ത് ആറ്റിറ്റ്യൂഡ് ചേർക്കാം. ഓക്കെ, താങ്ക് യു. എന്താ പേര് മോൻ? പേന എന്നത് നാം എഴുതാൻ ഉപയോഗിക്കുന്നതാണ്. വാളിനേക്കാൾ മൂർച്ചയാണ് പേനയുണ്ട് എഴുതാൻ. പേനയുണ്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ കഴിയും. വാള കൊണ്ട് നമുക്ക് വെട്ടാൻ കഴിയും മാത്രമാണെങ്കിൽ പേന കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതി പിടിപ്പിക്കാനും മറ്റും നമുക്ക് കഴിയുന്നതാണ്. ഒരു വിദ്യാർത്ഥി എന്നാൽ അവൻ പഠിക്കണമെങ്കിലും അവന്റെ പഠിത്തത്തിന് ഏറ്റവും പ്രധാനമായ കാര്യമാണ് പേന. ഇപ്പൊ കൈ അടിച്ചില്ലേ? ശരി, നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടോ നോക്കട്ടെ. ഞാന് ഒരു ക്ലാപ്പ് എന്ന് പറയുമ്പോൾ ക്ലാപ്പ് ചെയ്യുമല്ലോ, ഒരു ക്ലാപ്പ് ചെയ്യുമല്ലോ, ഒരു ക്ലാപ്പ്, ഒരു ക്ലാപ്പാ പറഞ്ഞത്. നിങ്ങൾ എത്ര ക്ലാപ്പ് ചെയ്തു? ഒരു ക്ലാപ്പ്, ഒരുമിച്ച് ചെയ്യണം. ഒരു ക്ലാപ്പ്, ഒരു ക്ലാപ്പ്, സൗണ്ട് ഇല്ല. ഒരു ക്ലാപ്പ്. ഗുഡ്, വെരി ഗുഡ്. അപ്പൊ മാറി. നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കട്ടെ. മക്കളെ ഇരുന്നോ? താങ്ക് യു വെരി മച്ച്. ഓക്കെ, നോക്ക്. ഈ വിരൽ താഴെ വരുമ്പോൾ ഒരു ക്ലാപ്പ് ചെയ്യുക. ഓക്കെ, റെഡി? എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണോ? അയ്യൊക്കെ നല്ല സൗണ്ട് വേണം നമുക്ക്. ഓക്കെ, റെഡി? 1 2 3. വിരൽ താഴെ വന്നപ്പോഴാണ് കൈ അടിച്ചത്. എന്തൊരു ശ്രദ്ധയുള്ളവര്. ഉസ്താദ് ഇല്ല, ഉസ്താദ് ഉണ്ടെങ്കിൽ ഇവരെ കാണിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങൾ കൈ വിരൽ താഴെ വരുമ്പോഴാണ് ക്ലാപ്പ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളെ ശ്രദ്ധ എവിടെ? നിങ്ങളെ കണ്ണ്, നിങ്ങളെ കാത്, എന്റെ കൈ താഴെ വരുന്നത്, ആക്ഷൻ, ഇത് കണ്ടിട്ട് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ വാഹനം ഓടിക്കുന്നു. നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി, ഒരു കുഞ്ഞ് പെട്ടെന്ന് ചാടിക്കഴിഞ്ഞാൽ നിങ്ങളെ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾ കാല് ചവിട്ടണ്ടേ ബ്രേക്കിൽ? ഇല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഒന്നും ഇടിക്കത്തില്ലേ? മനസ്സിലായോ? അപ്പൊ ശ്രദ്ധ ഉണ്ടാവണം. നിങ്ങളുടെ എക്സസൈസ് കൃത്യമായി ചെയ്യുക. കണ്ണിന്റെ എക്സസൈസ് ചെയ്യുക, ചെവിയുടെ എക്സസൈസ് ചെയ്യുക, കാതിന്റെ എക്സസൈസ്, ബോഡിയുടെ എക്സസൈസ്. ഇത് ഉണ്ടാവണം. ഉണ്ടാകുന്നതിനാണ് നിങ്ങൾ 5 നേരം നമസ്കരിക്കുന്നത്, 17 റക്അത്ത് നമസ്കരിക്കുന്നത്. പക്ഷെ എന്താ നിങ്ങൾക്ക് ആവാത്തത്? അതാക്കിയെടുക്കാൻ. രാവിലെ എഴുതി നടക്കുക, ഓടുകയൊക്കെ ചെയ്യണം, എക്സസൈസ് ചെയ്യണം. ഓക്കെ, റൈറ്റ്. ഇനി ഒരു കാര്യം അവിടെ പറയാൻ വേണ്ടി ഇത് കൊണ്ടുവന്നത്. ശ്രദ്ധിക്ക്. ലഹരി ഉപയോഗിച്ചാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നത്, എന്ത് സംഭവിക്കും? ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബ്രെയിന്, അവിടെ എന്തെങ്കിലും സംഭവിക്കട്ടെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ശ്രദ്ധ പോകുന്നതിന്റെ കാരണം ഇതാ. ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് കാണും അവർ ബ്രെയിൻ ഈസ് ലൈക്ക് എ മങ്കി ജമ്പിങ് ഫ്രം വൺ ബ്രാഞ്ച് ടു അനദർ ബ്രാഞ്ച്. ഒരു സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കും. എന്തിനാ നമ്മൾ ഇവിടെ ആകുക? നിങ്ങൾ നമസ്കരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുവോ?
നിങ്ങൾ നമസ്കരിക്കാൻ ഇരിക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുവോ? ഇത് ചേഞ്ചസ്. നിങ്ങൾ കോൺസെൻട്രേഷനിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോൺസെൻട്രേഷനിലേക്ക് എത്താൻ കഴിയണം. നമുക്ക് ഏകാഗ്രത, ഋഷിമാരൊക്കെ ചെയ്യുന്ന അതാണ് അദ്ദേഹം പറഞ്ഞത്. അവിടേക്ക് എത്താൻ നമുക്ക് കഴിയണം. നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിവുള്ളവരായി മാറുന്നത്. ഓക്കെ, എനിവേ, ഈ സംഭവത്തെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആണ്. നമ്മൾ കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ഇമ്പൾസസ് നമ്മളെ കാലിലേക്ക് ബ്രെയിനിൽ വന്നിട്ട് ബ്രെയിൻ പറയും ചവിട്ട് ബ്രേക്ക്. ഞാൻ കൈ എടുക്കാൻ പറഞ്ഞാൽ ക്ലാപ്പ് അടിച്ചില്ലേ, കൈ താഴെ വരുമ്പോൾ ക്ലാപ്പ് അടിച്ചു എന്നതുപോലെ ആ ബ്രേക്ക് ചവിട്ടിയാലേ പറ്റത്തുള്ളൂ. നിങ്ങൾ കാണണം, അന്നേരം നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ആ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ പറയണം ചവിട്ടാൻ. പക്ഷെ ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ബ്രെയിനിന് പറയണമെന്നുണ്ട്, ബ്രെയിൻ പറയുകയും ചെയ്യും, ഈ കാര്യം ചെയ്യാനൊക്കെ ഒന്നുമില്ല. കാരണം ഈ സംവേദങ്ങൾ കൊണ്ടുവന്ന ന്യൂറോൺസ് ഉണ്ട്, ന്യൂറോൺസിന്റെ വേഗത ഇല്ലാതായി. മനസ്സിലാവുന്നുണ്ടോ നമുക്ക്? ആ ന്യൂറോൺസിന്റെ വേഗത ഇല്ലാതാവുമ്പോൾ നമുക്ക് ആക്സിഡന്റ് പറ്റും. നമ്മൾ ലഹരി ഉപയോഗിച്ചത് മൂലം മറ്റടുത്ത് വന്ന വേറൊരു കാറിലാ കൊണ്ടിടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കരുത്. ആ കുടുംബം നശിക്കുകയല്ലേ? ലഹരി ഉപയോഗിക്കാത്ത ഒരു കുടുംബത്തെ നമ്മൾ നശിപ്പിക്കുകയല്ലേ? അപ്പൊ നമ്മൾ രണ്ട് നഷ്ടമാണ് നമുക്കുണ്ട്. നമ്മൾ നശിച്ചോ, നമ്മൾ മറ്റൊരു കുടുംബത്തെ നശിപ്പിക്കാൻ കാരണമാണ്. ഇത് വേണോ? ഇത് നമ്മുടെ സാമൂഹ്യ നീതിയാണോ? അപ്പൊ നമുക്ക് കൃത്യനിഷ്ഠ മാത്രം പോരാ, ആരോഗ്യപരിപാലനം മാത്രം പോരാ, സാമൂഹിക നീതിയും കൂടെ വേണം, സഹജീവി സ്നേഹവും കൂടെ വേണം. സഹജീവി സ്നേഹം വേണം, സാമൂഹിക നീതി വേണം, അല്ലേ? അപ്പൊ ഇതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കൃത്യനിഷ്ഠ, ആരോഗ്യപരിപാലനം, ശുചിത്വം നമുക്കുണ്ട്, അല്ലേ? നമ്മൾ എപ്പോഴും ശുചിത്വമല്ലേ, ശുചിത്വം ചെയ്യുന്നവരല്ലേ നമ്മൾ. എല്ലാ ശുചിത്വത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ശുചിത്വത്തെ തന്നെ നമുക്ക് എന്താണ്, മാനസിക ശുചിത്വം വേണം. മനസ്സെപ്പോഴും ഫ്രീ ആയിരിക്കണം. ശുചിത്വം പറയുമ്പോൾ മനസ്സെപ്പോഴും ഫ്രീ ആയിരിക്കണം. ചിന്തകൾ നമ്മൾ ഫ്രീ മൈൻഡ് ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാകത്തുള്ളൂ. ഇവിടെ ഇരിക്കുമ്പം എനിക്ക് അവിടെ പോകണം, എനിക്ക് വിശക്കുന്നു എന്നുള്ള ചിന്ത വന്നാൽ കേറത്തില്ല മനസ്സിലേക്ക് കയറത്തില്ലൊന്നും. പഠിക്കുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ശ്രദ്ധയോടിരുന്നെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധയെ ഏകാഗ്രത ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാം നമ്മുടെ ഉമ്മാടെ ഗർഭപാത്രത്തിൽ 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും കിടന്നിട്ടാണ് വന്നത്. എന്തിലാ കിടന്നത്? മെത്തയിലാന്നോ? എന്തിലാ കിടന്നത്? ഇറ്റ്സ് എ ലിക്വിഡ്, ഇറ്റ്സ് എ വാട്ടർ ഫോം ലിക്വിഡിലാണ് നമ്മൾ കിടന്നത്, അല്ലേ? ഒരു പൊക്കിൾ കൂടി ബന്ധമായിട്ട് എന്ത് കഴിച്ചാലും അതെല്ലാം നമുക്ക് തരുമായിരുന്നു അമ്മ, അല്ലേ? അമ്മയുടെ ഇതിലൂടെ കിട്ടിക്കൊണ്ടിരുന്നു. കണ്ണാടിയേ, താങ്ക് യു. ഓക്കെ, ആ വെള്ളത്തിലാ കിടന്ന. വെള്ളം നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ വെള്ളത്തിൽ ചാടാൻ ഇഷ്ടമാണ്, അല്ലേ? കുളിക്കാൻ ഇഷ്ടമാണ്. വെള്ളച്ചാട്ടം വരുമ്പോൾ വെള്ളത്തിൽ ചാടും. ലഹരി ഉപയോഗിച്ചുകൊണ്ട് ചാടിയുള്ള അവസ്ഥ എന്താ? നമുക്ക് പിടിക്കാക്കത്തില്ല. ആക്സിഡന്റുകൾ ഇന്ന് നടക്കുന്ന വിദ്യാർത്ഥികളുടെ ഈ യാത്രകളിൽ സംഭവിക്കുന്ന ഇതാണ്. അപ്പൊ ലഹരിയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നത്. ഈ നാട്ടിലുണ്ടാവുന്ന എല്ലാ വിഷയങ്ങളും അഡ്വക്കേറ്റ് അദ്ദേഹത്തിന് അറിയാം. ഏത് ക്രിമിനൽ കേസുകളുടെയും അടിസ്ഥാന മൂല കാരണം ലഹരിയാണ്, അല്ലേ സാറേ? ഏത് വിഷയത്തിന്റെയും മൂല കാരണം ലഹരിയാണ്. എന്നിട്ട് ഞങ്ങൾ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നവരാണ്, അന്വേഷണത്തിന് പോകുന്നവരെ, കേസ് കണ്ടെടുക്കുന്നതാണ്. ഏതൊരു വിഷയത്തിൽ, കുടുംബ കലഹമാണെങ്കിലും മറ്റെന്താണെങ്കിലും, അതിന്റെ പിന്നിൽ എല്ലാത്തിലും ലഹരിയുണ്ട്. അത് നമ്മളെ സമ്പത്തിനെ നശിപ്പിക്കുന്നു, നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നു, നമ്മളെ അടിമകളാവണോ നമ്മൾ? അങ്ങനെ അടിമകളാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തീരുമാനം എടുക്കണം, നമ്മളിതൊരിക്കലും ഉപയോഗിക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകാൻ. 5 കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. എനിക്കറിയാം സമയം ഒരുപാടായെന്ന്. 5 കാര്യം മാത്രം ഞാൻ പറയുന്നു. അതിനുവേണ്ട നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് പ്ലാനിങ്. എന്താണ് പ്ലാനിങ്? പ്ലാനിങ് എന്ന് പറയുന്നത് പദ്ധതി കേട്ടിട്ടുണ്ടോ? 5 വർഷ പദ്ധതികൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് 3 ദിവസത്തെ പരിപാടിയല്ലേ ഇവിടെ? 11, 12, 13 തീയതികളിൽ. ഇതൊരു പ്ലാനിങ് അല്ലേ? കൃത്യമായ പ്ലാനിങ് ഉണ്ടായി. ജമാഅത്ത് കമ്മിറ്റി കൂടി അവരെല്ലാം കൂടെ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്ത് ഒരു ദിവസത്തെ ഉണ്ടാക്കിയെടുത്തു. ഈ 3 ദിവസങ്ങളിലായിട്ട് ഇവിടെ ഇന്ന കാര്യങ്ങൾ നടക്കണം, ഇങ്ങനെ ഒരു പരിപാടി നടക്കണം, ഇന്ന പരിപാടിയിൽ ഓരോരുത്തർക്ക് ഇത്ര സമയം, എല്ലാം ക്രമീകരിച്ചില്ലേ? ഇതാണ് പദ്ധതി. അപ്പൊ നിങ്ങൾ രാവിലെ ഉണരുന്നത് എപ്പോ, ഉറങ്ങുന്നത് എപ്പോ, ഇതിനിടയ്ക്ക് എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം പഠിക്കണം, എന്തെല്ലാം ചെയ്യുന്നു, ഒരു പ്ലാനിങ് ഉണ്ടാണ്. പദ്ധതി, പ്ലാൻ എ ഡേ. ഒരു ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്തു. ഒരു ദിവസത്തെ പ്ലാൻ ചെയ്ത് ഒരാഴ്ച പ്ലാൻ ചെയ്തുകൂടെ? ഒരു ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്ത ഒരാഴ്ച പ്ലാൻ ചെയ്തൂടെ? പ്ലാൻ എ ഡേ, പ്ലാൻ എ വീക്ക്. അങ്ങനെ ഒരാഴ്ച പ്ലാൻ ചെയ്താൽ 4 ആഴ്ച പ്ലാൻ ചെയ്തൂടെ? പ്ലാൻ എ മന്ത്. You plan a month, you can plan 12 months. You can plan a year, plan a day, plan a week, plan a month, plan a year, plan your life. You can live your planning your life. You got it? So planning എന്ന് പറയുന്നത് നമ്മൾ തള്ളവരിലാണെന്ന് നോക്കും. തള്ളവരിലാണല്ലേ പ്ലാനിങ്?
ഓർത്തിരിക്കുക, മറക്കാതിരിക്കാൻ. ഫസ്റ്റ് പി പ്ലാനിങ്. തള്ളവിരൽ. ഓക്കെ, തള്ളവിരൽ എല്ലാവരിലേക്കും പോകത്തില്ലേ? അത് തള്ളവിരൽ നമുക്ക് പ്ലാനിങ് ആയിട്ട് എടുക്കാം. റൈറ്റ്, സമ്മതിച്ചാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചൂണ്ടുവിരൽ എന്ത് കൊടുക്കാം? അത് ഒരെണ്ണോ. ഈ പ്ലാൻ ചെയ്താൽ മാത്രം മതിയോ? എല്ലാ ദിവസവും ഞാൻ രാവിലെ 4 മണിക്ക് ഉണരും എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നു. 4 മണിക്ക് ഉണരും. ഞാൻ എൻ്റെ പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ 1 മണിക്കൂർ പഠിക്കും, അല്ലെങ്കിൽ അരമണിക്കൂർ പഠിക്കും. അരമണിക്കൂർ ഞാൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം ചിന്തിച്ച് എഴുതും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രം ചെയ്താൽ മതിയോ? ഇറ്റ് ഈസ് പെർസിവറൻസ്. സഹനശക്തി ഉണ്ടാവണം. എല്ലാ ദിവസവും ചെയ്യാനുള്ള സഹനശക്തി ഉണ്ടാവണം. സോ രണ്ടാമത്തെ എന്താണ്? പെർസിവറൻസ് ഉണ്ടാവണം. രണ്ടാമത്തെ പി, 4 ഫിംഗർ അല്ലെങ്കിൽ ചൂണ്ടുവിരൽ. ഓർത്തിരിക്കുക, മനസ്സിലായില്ലേ? മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. ചിലതൊക്കെ കുറിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരുടെ മനസ്സിൽ കിടക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഞാൻ ആസ്ക് പറഞ്ഞു, ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ. നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്. നോളജിനെ നമ്മൾ എന്താക്കണം? കഴിവാക്കണം. അറിവിനെ കഴിവാക്കണം. കഴിവ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ചേർക്കണം. നമ്മൾ അഭിരുചിയോട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. ഏത് മേഖലയിലും ഇത് തന്നെ. ഏത് കുഞ്ഞിനെ ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, പ്ലാനിങ്. അതിനുവേണ്ടി പ്ലാനിങ് മാത്രം പോരാ, പേഴ്സിവറൻസ്, സഹനശക്തി വേണം. സഹനശക്തി മാത്രം പോരാ, പിന്നെന്ത് വേണം? നമുക്കൊരു ഇഷ്ടം വേണ്ടേ? നിങ്ങൾ ഇഷ്ടം ഉണ്ടായിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്? ഇഷ്ടമില്ലാതെ എപ്പോഴേ പോരായിരുന്നു? ഇഷ്ടമുണ്ടായിട്ടാണ് ഇരിക്കുന്നത്. ആ ഇഷ്ടമുള്ളവർ കേട്ടോണ്ടിരിക്കുന്നത്, അവിടുത്തെ ഉമ്മമാരും മക്കളും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, വനിതകളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാം പാഷൻ ഉണ്ടായിട്ടായിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ ജയിച്ചത് എന്തുകൊണ്ടാ? കളി കൊണ്ടല്ലേ ജയിച്ചത്. ഇവിടുത്തെ ഉസ്താദിന് പാഷൻ ഉണ്ടായിട്ടല്ലേ വന്നത്. സ്വാമി ഇവിടെ പ്രോഗ്രാം വന്നത് അവർക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ വന്നത്. പാഷൻ, നമുക്ക് ഇഷ്ടം ഉണ്ടാവണം. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പഠിക്കാവൂ. നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ ഖുർആൻ പഠിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായോണ്ടാ. നാളെ നിങ്ങൾ നന്നായി വരാൻ വേണ്ടിയാണ്. അപ്പൊ അത് തീർച്ചയായും ഉണ്ടാവണം. നമുക്ക് ഇഷ്ടം ഉണ്ടാവണം. ഓക്കെ, പാഷൻ. അപ്പൊ പ്ലാനിങ്ങിൽ നിന്നും പെർസിവറൻസ്, പാഷൻ, PASSION. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? നമ്മളെ ഈ പറഞ്ഞ ഈ പ്രായം വരെയൊക്കെ വളർത്തിയെടുത്ത് നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ ഉപ്പായോ ഉമ്മായോ അല്ലേ? പിന്നെ നമ്മുടെ സമൂഹമാണ്. നമ്മുടെ ദിവസം വന്നപ്പോൾ നമ്മളെ ഗുരുക്കന്മാരുണ്ട്, നമ്മളെ ഈ സമൂഹമുണ്ട്, ഇവിടെ നിൽക്കുന്ന കമ്മിറ്റി അംഗങ്ങളെല്ലാം ഉണ്ട്. ഇവരെല്ലാം കൂടെ അല്ലേ നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ പരിപാടിയെല്ലാം ആസ്വദിക്കുന്നവരല്ലേ? നമ്മൾ ഇവർക്ക് തന്നത് നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? ഇപ്പൊ എനിക്ക് തന്ന അറിവ് എന്റെ ഗുരുക്കന്മാർ തന്നിരുന്നു. ആ അറിവല്ലേ ഞാൻ തിരിച്ചു തരുന്നത്. ഞാൻ പഠിച്ച അനുഭവങ്ങളല്ലേ ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, അല്ലെ? അപ്പൊ അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? ഒരു പർപ്പസ് ഉണ്ടാവും. പർപ്പസ്. നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ട്. മഹാത്മാഗാന്ധിക്ക് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്തായത്? അദ്ദേഹം എന്നാ ജനിച്ചത്? മഹാത്മാഗാന്ധി ജനിച്ചെന്നാ? നിങ്ങൾ പഠിക്കുമ്പോൾ ചേർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അറിയുക. പഠിക്കുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. ചങ്ങല പോലെ ഇങ്ങനെ ഇടണം, മറക്കത്തില്ല. ഞാൻ പഠിച്ചത്, ഞാൻ 1968 ജനിച്ചത്. മഹാത്മാഗാന്ധി ജനിച്ചത് ഇങ്ങനെ കണക്കൂട്ടിയത് 1869. എവിടെ ജനിച്ചത്? ഗുജറാത്തിൽ. അതെവിടാ? പോർബന്ദർ. ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ മകനായിട്ട് ജനിച്ചു. മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് മറക്കത്തില്ല, പിക്ചറൈസ് ചെയ്തിടണം. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പിക്ചറൈസ് ചെയ്ത്. ഓക്കെ, അത് നടക്കും. അപ്പൊ പർപ്പസ് ഉണ്ട്. നമുക്കൊരു പർപ്പസ്, നമുക്ക് ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടാവണം. നമ്മൾ സാമൂഹിക സേവനം നമുക്ക് തന്നവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം. ആ സാമൂഹിക സേവനം ഉണ്ടെങ്കിൽ നമുക്ക് പർപ്പസ് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ പ്ലാനിങ്, പെർസിവറൻസ്, പാഷൻ, പർപ്പസ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? നമുക്കെല്ലാവർക്കും നിങ്ങളിപ്പോ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്കറിയാം, ശ്രദ്ധയോടെ ക്ഷമയോടെയാണ്. പേഷ്യൻസ് ഉണ്ടാവും. പേഷ്യൻസ് ഏറ്റവും ചെറിയ വിരലാണ്. പക്ഷെ ഏറ്റവും വേണ്ടത് നമുക്ക് എന്താണ്? ക്ഷമയാണ്. ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഇത്രയും സമയം വന്നിട്ട് ഞാൻ അവിടം വരെ പേഷ്യന്റോടെ ഇരുന്നില്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി? നിങ്ങൾ ഇവിടെ പേഷ്യന്റോടെ ഇരുന്നില്ലേ? ഈ പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ വിജയിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ശകാരഭാവമുണ്ട്, സ്വാന്തനഭാവമുണ്ട്. നമ്മളെ ഒരാൾ വഴക്ക് പറയാൻ വരുമ്പോൾ ഇരിക്കും, നമുക്ക് സംസാരിക്കാം, സംസാരിച്ച് തീർക്കാം. അയാൾ വരുന്ന എന്തോ വികാരം കൊണ്ട് ഓടി വന്ന് നമ്മൾ ശകാരം പറയാൻ വരിക. ഇരിക്കും സാർ, ക്ഷമിക്കും സാർ, നമുക്ക് ഇരിക്കാം, ഇരുന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോൾ തന്നെ തീരുന്നു, അല്ലേ? ആ വിഷയം തീരും. പിന്നെ ഇത് സംസാരിച്ച് അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ പേഷ്യൻസ് ഉണ്ടാവണം. നമ്മളൊന്ന് വിജയത്തിൽ തോറ്റുപോയി, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പഠിച്ചപ്പോൾ നമുക്ക് പനി വന്നു പോയി, അല്ലെങ്കിൽ നമ്മളൊന്ന് വീണു, അല്ലെങ്കിൽ നമുക്കത് അന്ന് പരീക്ഷയ്ക്ക് നല്ലപോലെ എഴുതാൻ പറ്റില്ല, നമ്മൾ പരാജയപ്പെട്ടു, ഉടനെ കയറെടുക്കുകയാണോ വേണ്ടത്? അല്ലെ ട്രെയിനിന്റെ മുമ്പിലേക്ക് പോകാണോ വേണ്ടത്? അല്ല, അവിടെ നമുക്ക് പേഷ്യൻസ് വേണം, ക്ഷമ വേണം. അടുത്ത വർഷം കിട്ടും, അടുത്ത വർഷം നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളത്. ഞാൻ പല പരാജയങ്ങളുണ്ട്, പരാജയങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ട നമ്മൾ പിന്തിരിയാതെ വീണ്ടും ഫെയിലിയർ ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നാണ് പറയുന്നത്. നമ്മൾ പരാജയം വിജയത്തിന്റെ ചവിട്ടുപടികളാണെന്ന് തീരുമാനിക്കണം. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയണം.